ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ കുറച്ചുകൂടി പ്രോബ്ലംസ് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ Q defined by A star B equal to 3AB by 5. Show that star is commutative as well as associative. Also find its identity if it exists. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത് സ്റ്റാർ എന്ന ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, അസോസിയേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ A സ്റ്റാർ B നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 3AB by 5 എന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് നോക്കാം. എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നമുക്കറിയാം. സ്റ്റാർ എന്ന ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകണമെങ്കിൽ A സ്റ്റാർ ബിയും B സ്റ്റാർ എയും ഈക്വൽ ആകണം. അപ്പോൾ ഇവിടെ നമുക്ക് A സ്റ്റാർ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3AB by 5. അപ്പോൾ B സ്റ്റാർ എ എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും വരിക? 3BA by 5. കാരണം എയുടെ സ്ഥാനത്ത് ഇവിടെ ബിയും ബിയുടെ സ്ഥാനത്ത് എയും ഉള്ളത്. അപ്പോൾ B സ്റ്റാർ എയുടെ ആൻസർ 3BA by 5. അപ്പോൾ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ ABയും BAയും ഈക്വലാണ്. അപ്പോൾ 3AB by 5ഉം 3BA by 5ഉം ഈക്വൽ ആവും. എന്ന് പറഞ്ഞാൽ A സ്റ്റാർ ബിയും B സ്റ്റാർ എയും ഈക്വലാണ്. അപ്പോൾ സ്റ്റാർ എന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. ഇനി നമുക്ക് ചെയ്യേണ്ടത് അസോസിയേറ്റീവ്. എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നമുക്കറിയാം. A സ്റ്റാർ B സ്റ്റാർ സി ഈക്വൽ ടു A സ്റ്റാർ ബി സ്റ്റാർ സി ആയാൽ സ്റ്റാർ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം A സ്റ്റാർ B സ്റ്റാർ സി കണ്ടുപിടിക്കും. അപ്പോൾ അതിന് ബ്രാക്കറ്റുള്ളത് B സ്റ്റാർ സിക്കാണ്. അപ്പോൾ B സ്റ്റാർ സി എന്ന് പറയുമ്പോൾ 3BC by 5. കാരണം A സ്റ്റാർ ബി എന്താ 3AB by 5 ആണ്. അപ്പോൾ B സ്റ്റാർ സിക്ക് പകരം ഏത് വരും? 3BC by 5. അപ്പോൾ A സ്റ്റാർ B സ്റ്റാർ സി എന്ന് പറയുന്നത് A സ്റ്റാർ അടുത്ത് B സ്റ്റാർ സിയുടെ ആൻസർ 3BC by 5. അപ്പോൾ ഇനി വീണ്ടും A സ്റ്റാർ ബി എന്ന ഫോമിലായി. ഫസ്റ്റ് എലമെൻറ്റ് എയും സെക്കൻഡ് എലമെൻറ്റ് 3BC by 5. അപ്പോൾ A സ്റ്റാർ ബിയുടെ ഫോമുലയിൽ എക്ക് പകരം എ തന്നെയാണ്, ബിക്ക് പകരം ഉള്ളത് 3BC by 5. അപ്പോൾ 3 × A × B എന്നാണ്. ബിക്ക് പകരം നമ്മൾ ഏത് കൊടുക്കണം? 3BC by 5. അപ്പോൾ 3A × 3BC by 5 ഹോൾ ഡിവൈഡഡ് ബൈ 5. ഇവിടെ നമ്മൾ ചെയ്തത് ബിക്ക് പകരം ഏത് കൊടുത്തു? 3BC by 5. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9ABC by 25 എന്ന് കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഉള്ളത് A സ്റ്റാർ ബിക്കാണ്. അപ്പോൾ A സ്റ്റാർ ബിയുടെ ആൻസർ നമുക്കറിയാം 3AB by 5 സ്റ്റാർ സി. അപ്പോൾ ഇനി വീണ്ടും A സ്റ്റാർ ബി എന്ന ഫോമിലായി. എക്ക് പകരം അവിടെ ഉള്ളത് 3AB by 5ഉം ബിക്ക് പകരം ഉള്ളത് ഏതാ? സിയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ A സ്റ്റാർ ബിയുടെ ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ 3AB എക്ക് പകരമുള്ളത് 3AB by 5, ബിക്ക് പകരമുള്ളത് സി. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 3 × 3AB by 5 × C by 5. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 9ABC by 25. അപ്പോൾ A സ്റ്റാർ B സ്റ്റാർ സിയുടെ ആൻസറും നമുക്ക് നേരത്തെ കിട്ടിയ ഏത് തന്നെയാണ്? 9ABC by 25. A സ്റ്റാർ B സ്റ്റാർ സിയുടെ ആൻസറും ഏത് തന്നെയാണ്? 9ABC by 25. അപ്പോൾ A സ്റ്റാർ B സ്റ്റാർ സിയും A സ്റ്റാർ B സ്റ്റാർ സിയും ഈക്വലാണ്. അപ്പോൾ സ്റ്റാർ ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു? അസോസിയേറ്റീവ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവായി അസോസിയേറ്റീവായി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി നമ്മൾ സാധാരണ ചെയ്യേണ്ടത് ഈ ആണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് എടുക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഐഡൻറ്റിറ്റിയുടെ ഡെഫിനിഷൻ പഠിച്ചു. എന്തുമായിരുന്നു? ഇ എന്ന എലമെൻറ്റിന് ഐഡൻറ്റിറ്റി എന്ന് പറയണമെങ്കിൽ A സ്റ്റാർ ഇയുടെ ആൻസറും
ഇ സ്റ്റാർ എയുടെ ആൻസറും ഏത് തന്നെ ആവണം? എ തന്നെ ആകണം. അപ്പോൾ ഇവിടെ ഈ എന്ന് പറയുന്ന നമ്മുടെ തന്നിട്ടുള്ള സെറ്റിനകത്തുള്ള എലമെൻറ്റ് തന്നെ ആവണം. അപ്പോൾ ക്യൂവിനകത്തുള്ള ഒരു എലമെൻ്റ് എടുക്കുന്നു ഇ, അത് ഐഡൻറ്റിറ്റി ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ അത് ഐഡൻറ്റിറ്റിയിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ. ഇനി നമ്മൾ ഈ കണ്ടുപിടിക്കുമ്പോൾ ആ ഇയുടെ വാല്യൂ തന്നിട്ടുള്ള സെറ്റ് ക്യൂവിനകത്തുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എ സ്റ്റാർ ഇയുടെ ആൻസർ എ ആണ്. അപ്പോൾ എ സ്റ്റാർ ബിയുടെ ഡെഫിനേഷൻ നമുക്കറിയാം 3ab/5. അപ്പോൾ എ സ്റ്റാർ ഇയെ നമുക്ക് എങ്ങനെ എഴുതാം? 3ae/5 ഈക്വൽ ടു എ. ഇതിൽ നിന്ന് രണ്ട് സൈഡുള്ള എ ക്യാൻസലായിപ്പോവും. അപ്പോൾ ഇയുടെ ആൻസർ നമുക്ക് കിട്ടുക 5/3. അപ്പോൾ ഈ 5/3 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ്. നമുക്ക് തന്നിട്ടുള്ള സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ ഈ 3/5 നമുക്ക് തന്നിട്ടുള്ള ക്യൂ എന്ന സെറ്റിനകത്ത് ഉണ്ട്. അപ്പോൾ ഈ ഈക്വൽ ടു 5/3 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പോൾ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്? ഈ ആണ് ഐഡൻറ്റിറ്റിയിൽ നിന്ന് എടുക്കുക. ഈ ഐഡൻറ്റിറ്റിയിൽ നിന്ന് എടുക്കുമ്പോൾ എ സ്റ്റാർ ഇയുടെ ആൻസറും ഇ സ്റ്റാർ എയുടെ ആൻസറും എ ആകും. അത് എ ആണെന്ന് എടുത്തിട്ടാണ് നമ്മൾ ബാക്കി സിംപ്ലിഫൈ ചെയ്ത് ഈ കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിക്കുന്ന ഈ തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ബേസിക് സെറ്റിനകത്ത് എലമെൻ്റ് ആണെങ്കിൽ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇല്ല. ഇവിടെ നമുക്ക് 5/3 കിട്ടി. ആ 5/3 റാഷണൽ നമ്പറാണ്. അപ്പോൾ ക്യൂ എന്ന സെറ്റിനകത്ത് അത് ഉണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് സ്റ്റാർ ഈസ് ദ ബൈനറി ഓപ്പറേഷൻ ഓൺ എൻ. ഇവിടെ എൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1 2 3 എക്സെട്ര. ഗിവൺ ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു LCM ഓഫ് എ ആൻഡ് ബി. അപ്പോൾ ആദ്യം നമ്മൾ 20 സ്റ്റാർ 16 കണ്ടുപിടിക്കണം. അടുത്ത സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കണം, അസോസിയേറ്റീവ് ആണോ എന്നും നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുള്ള എ സ്റ്റാർ ബി എന്താ? LCM ഓഫ് എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ നമുക്ക് 20 സ്റ്റാർ 16 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 20യുടെയും 16ൻ്റെയും LCM എന്ന് പറയുന്നത് 80 ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് LCM കണ്ടുപിടിക്കാൻ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ 20യുടെയും 60യുടെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പർ 80. അപ്പോൾ 20 സ്റ്റാർ 16 എന്ന് പറയുന്നത് എത്രയാവും? 80 ആകും. ഇനി നമുക്ക് നോക്കേണ്ട കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആകണം. അപ്പോൾ ഇവിടെ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് LCM ഓഫ് എ ആൻഡ് ബി. ബി സ്റ്റാർ എ എന്ന് പറയുന്നത് LCM ഓഫ് ബി ആൻഡ് എ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഈക്വലാണ്. അപ്പോൾ നമ്പേഴ്സ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് എ ആൻഡ് ബി. LCM ഓഫ് ബി എന്ന് പറഞ്ഞാലും അത് തന്നെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ബി ആൻഡ് എ. ബി ആൻഡ് എ എന്ന് പറയുമ്പോൾ അത് ഏത് തന്നെയാണ്? എ ആൻഡ് ബി. അപ്പോൾ രണ്ടിൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഇവിടെ ഈക്വലാണ്. അപ്പോൾ എ സ്റ്റാർ ബി ഏതിന് ഈക്വലാകും? ബി സ്റ്റാർ എ. അപ്പോൾ ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആയി? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആയി. അടുത്ത നമ്മൾ ചെക്ക് ചെയ്യേണ്ട അസോസിയേറ്റീവ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമുക്കറിയാം എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പോൾ ആദ്യം നമുക്ക് എ സ്റ്റാർ ബി സ്റ്റാർ സി നോക്കാം. അപ്പോൾ അവിടെ ബ്രാക്കറ്റ് ഉള്ളത് ഏതിനാ? ബി സ്റ്റാർ സിക്കാണ്. അപ്പോൾ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എന്താണ്? LCM ഓഫ് ബി ആൻഡ് സി. ബിയുടെയും സിയുടെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? എ സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പോൾ എ സ്റ്റാർ LCM ഓഫ് ബി ആൻഡ് സി. അപ്പോൾ ഇവിടെ എ സ്റ്റാർ ബിയുടെ ആൻസർ നമുക്കറിയാം LCM ഓഫ് എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ എ സ്റ്റാർ LCM ഓഫ് ബി ആൻഡ് സി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ കിട്ടുക LCM ഓഫ് എ ബി ആൻഡ് സി. മൂന്നിൻ്റെയും LCM അതാണ് ഏത്? എ സ്റ്റാർ ബി സ്റ്റാർ സി. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ സ്റ്റാർ ബി സ്റ്റാർ സി. ഇവിടെ ബ്രാക്കറ്റ് ഉള്ളത് എ സ്റ്റാർ ബി. അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് LCM ഓഫ് എ ആൻഡ് ബി സ്റ്റാർ സി. അപ്പോൾ LCM ഓഫ് എ ആൻഡ് ബി സ്റ്റാർ സി എന്ന. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? LCM ഓഫ് എ ബി ആൻഡ് സി തന്നെയാണ് ഇവിടെ കിട്ടുക. അപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സിയും എ സ്റ്റാർ ബി സ്റ്റാർ സിയും ഏത് തന്നെയാണ്? LCM ഓഫ് എ ബി ആൻഡ് സി.
അതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുന്നു. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പോൾ ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആയി? അസോസിയേറ്റീവ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിന് 2 പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുള്ളൂ. ഏതൊക്കെയാ? കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവ്. രണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്യൂ എന്ന റാഷണൽ നമ്പർ നമുക്കറിയാം. പി ബൈ ക്യൂ എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുക. ഇപ്പോൾ സ്റ്റാർ എന്നൊരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എ ബി. അപ്പോൾ ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. 2, ക്യൂവിലെ എലമെൻറ്റ്സ് ഇൻവേർട്ടിബിൾ ആണോ നോക്കുക, ഉണ്ടെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അങ്ങനെ 2 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഐഡൻറ്റിറ്റി നോക്കാം. ഐഡൻറ്റിറ്റി തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു ഈ ആണ് ഐഡൻറ്റിറ്റി എന്ന് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി എന്ന് എടുക്കുമ്പോൾ ആ ഈയുടെ ആൻസർ എവിടെ ഉണ്ടാവണം? സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള സെറ്റ് എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ആകുമ്പോൾ എ സ്റ്റാർ ഇയുടെ ആൻസറും ഇ സ്റ്റാർ എയുടെ ആൻസറും ഏതിന് ഈക്വലാകും? എക്ക് ഈക്വലാകും. അപ്പോൾ എ സ്റ്റാർ ഇയെ നമ്മൾ എ ആണെന്ന് എടുക്കുന്നു. ക്വസ്റ്റ്യനിൽ നമുക്ക് എ സ്റ്റാർ ബി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് എ സ്റ്റാർ ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇവിടെ എ പ്ലസ് ബി മൈനസ് എ ബി. അപ്പോൾ എ സ്റ്റാർ ഇ എന്ന് പറയുന്നത് ഏതാകും? എ പ്ലസ് ഇ മൈനസ് എ ഇ. അതിൻ്റെ ആൻസർ ഏതിന് ഈക്വലാ? എക്ക് ഈക്വലാ. 2 സൈഡുള്ള എ കട്ടായിപ്പോവും. അന്നേരം നമുക്ക് ഇ മൈനസ് എ ഇ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ കോമൺ എടുക്കുമ്പോൾ ഇ ഇൻറ്റു 1 മൈനസ് എ ഈക്വൽ ടു 0. അതിന് ഈ നമുക്ക് കിട്ടുക 0/1 മൈനസ് എ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കണ്ടീഷൻ കൂടെയുണ്ട്. എയുടെ വാല്യൂ ഏതാകാൻ പാടില്ല? 1. കാരണം 0/0 എന്നായിപ്പോവും. 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ ഈയുടെ ആൻസർ നമുക്ക് എന്താണെന്ന് കിട്ടും? 0 ആണെന്ന് കിട്ടും. നമ്മൾ എ എന്ന് പറയുന്നത് ആർബിട്രറി എലമെൻറ്റാണ്. അതുകൊണ്ടാണ് എ നോട്ട് ഈക്വൽ ടു 1 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ 0 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറാണ്. ക്യൂ എന്ന സെറ്റിനകത്തുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 0. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ക്യൂവിലെ എല്ലാ എലമെൻറ്റ്സും ഇൻവേർട്ടിബിൾ ആണോ എന്ന് നോക്കണം. അപ്പോൾ എയുടെ ഇൻവേഴ്സ് നമ്മൾ ബി ആണെന്ന് എടുക്കുന്നു. ലെറ്റ് ബി ബി ദ ഇൻവേഴ്സ് ഓഫ് എ. ഇനി നമുക്ക് ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബി എ ഇൻവേഴ്സ് എന്ന് പറയണമെങ്കിൽ എ സ്റ്റാർ ബിയുടെ ആൻസർ ഐഡൻറ്റിറ്റി ആകണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഈ ക്വസ്റ്റിൽ നമുക്ക് ഏതാ കിട്ടിയത്? 0 കിട്ടിയത്. അപ്പോൾ എ സ്റ്റാർ ബിയുടെ ആൻസർ ഏതാകും? 0 ആകും. ഇവിടെ എ സ്റ്റാർ ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എ പ്ലസ് ബി മൈനസ് എ ബി. അപ്പോൾ അതിൻ്റെ ആൻസർ 0. അപ്പോൾ ഇവിടെ നിന്ന് ബി മൈനസ് എ ബി എന്ന് പറയുന്നത് എ റൈറ്റ് സൈഡ് കൊണ്ടുപോയാൽ മൈനസ് എ എന്ന് കിട്ടും. അപ്പോൾ ബി കോമൺ എടുക്കാം. ബി ഇൻറ്റു 1 മൈനസ് എ ഈക്വൽ ടു മൈനസ് എ. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് എന്ത് വരും? മൈനസ് എ ബൈ 1 മൈനസ് എ. അപ്പോൾ ആ മൈനസിൻ്റെ ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതെന്തായി മാറും? എ ബൈ എ മൈനസ് 1. ഇവിടെയും കണ്ടീഷനുണ്ട് എ നോട്ട് ഈക്വൽ ടു 1. കാരണം 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. അപ്പോൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഏതാ? എ ബൈ എ മൈനസ് 1. പക്ഷേ എ എന്താകാൻ പാടില്ല? 1 ആകാൻ പാടില്ല. 1-ന് ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി കണ്ടുപിടിച്ചു. ഇൻവേർട്ടബിൾ ആണോ നോക്കി ഇൻവേഴ്സും കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ ഇത്? പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാർ എന്ന ഒരു ബൈനറി ഓപ്പറേഷൻ സെറ്റ് 1 2 3 4 5 എന്ന സെറ്റിനകത്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലെഫ്റ്റ് ഒരു റോ ഉണ്ട് 1 3 4 5. ലെഫ്റ്റിലെ കോളം 1 2 3 4 5. അതുപോലെ ഫസ്റ്റ് റോ ഏതാ? 1 2 3 4 5. അപ്പോൾ ഇതിൽ നിന്ന് ഇതൊരു കോമ്പോസിഷൻ ടേബിളാണ്. ഇവിടെ നമുക്ക് കിട്ടുക 1 സ്റ്റാർ 1 1, അതുപോലെ 1 സ്റ്റാർ 2 1, 1 സ്റ്റാർ 3 1,
1 star 4 1 1 star 5 1. ഇനി നോക്കേ, ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലമെൻറ്റ് ഏതാ? 2. ഇപ്പോൾ 2 star 1 ഏതാ കിട്ടുക? 1. 2 star 2 2. 2 star 3 1. 2 star 4 2. 2 star 5 1. ആ രീതിയിൽ നമുക്കിവിടെ ടേബിൾ ക്വസ്റ്റിന് തന്നിട്ടില്ല. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തെ 2 star 3 star 4ൻ്റെ ആൻസറും 2 star 3 star 4ൻ്റെ ആൻസറും നമ്മൾ കണ്ടുപിടിക്കും. രണ്ടാമത് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കണം. മൂന്നാമത് 2 star 3 star 4 star 5ഉം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് 2 star 3 star 4 ആണ്. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് ആദ്യം നമ്മൾ ഏത് കണ്ടുപിടിക്കണം? 2 star 3. അപ്പോൾ 2 star 3 നമുക്ക് ഈ ടേബിളിൽ നിന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലമെൻ്റ് 2. അതിന് നേർക്ക് ആ 3യുടെ താഴെ ഏതാ വരിക? 1. 2 star 3 എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ 3 star 4 അതിൻ്റെ ആൻസർ എത്രയാണ്? 1. ഇപ്പോൾ 2 star 3 star 4 എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് വരും? 1 star 4. കാരണം 2 star 3യുടെ ആൻസർ എത്ര? 1. അപ്പോൾ ഇനി 1 star 4. 1 star 4 എന്ന് പറയുന്നത് എത്രയാണ് വരിക? 1. ഇനി നമുക്ക് വേണ്ടത് 2 star 3 star 4. 3 star 4 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു 1. അപ്പോൾ 2 star 1. 2 star 1ൻ്റെ ആൻസർ 1. ഇങ്ങനെയാണ് നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കണം ഈ ടേബിൾ. അപ്പോൾ ഇവിടുന്ന് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് നോക്കുമ്പോൾ ഇതുപോലൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നിരുന്നാൽ എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും ഈക്വൽ ആകുമ്പോഴേ അത് കമ്മ്യൂട്ടേറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഒരു ഡയഗണൽ വരയ്ക്കും. അപ്പർ ലെഫ്റ്റ് കോർണറിൽ നിന്ന് ലോവർ റൈറ്റ് കോർണറിലോട്ട് ഒരു ഡയഗണൽ വരയ്ക്കും. ഇനി ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ എലമെൻറ്റ്സ് ഈ ഡയഗണലിന് സിമെട്രിക് ആണെങ്കിൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആകും. അല്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്ന എളുപ്പ വഴി എന്ന് പറയുന്നത് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഈക്വൽ ആകണം, സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഈക്വൽ ആകണം, തേർഡ് റോയും തേർഡ് കോളവും ഈക്വൽ ആകണം, ഫോർത്ത് റോയും ഫോർത്ത് കോളവും ഈക്വൽ ആകണം, ഫിഫ്ത്ത് റോയും ഫിഫ്ത്ത് കോളവും ഈക്വൽ ആകണം. എന്ന് പറയുമ്പോൾ ഈ ഡയഗണലിന് സിമെട്രിക് ആയിരിക്കും അതിനകത്തുള്ള എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഏത് സാറ്റിസ്ഫൈ ചെയ്യും? കമ്മ്യൂട്ട്. നമ്മളെപ്പോഴും ഓർത്തിരിക്കുക, ഓരോ എലമെൻ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണെങ്കിൽ അപ്പർ ലെഫ്റ്റ് കോർണറിൽ നിന്ന് ലോവർ റൈറ്റ് കോർണറിലോട്ട് ഒരു ഡയഗണൽ വരയ്ക്കുക. ആ ഡയഗണലിൻ്റെ രണ്ട് സൈഡുള്ള എലമെൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഡയഗണലിന് സിമെട്രിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. നമുക്കതിൽ മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2 star 3 star 4 star 5. അപ്പോൾ 2 star 3 എന്ന് പറയുന്നതിൻ്റെ ആൻസർ എത്രയാ? ടേബിൾ നോക്കുമ്പോൾ കിട്ടും 1. അതുപോലെ 4 star 5ൻ്റെ ആൻസറും 1. അപ്പോൾ 2 star 3 star 4 star 5 എന്ന് പറയുന്നത് 1 star 1 ആകും. 1 star 1ൻ്റെ ആൻസർ 1. അപ്പോൾ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ എടുക്കുന്ന സെറ്റ് തന്നെ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്ന ഒരു എലമെൻറ്റ് തന്നെ ഒരു ഓർഡേർഡ് പെയറാണ്. എ എന്ന ഒരു സെറ്റ് n ക്രോസ് n. സ്റ്റാർ എന്നൊരു ബൈനറി ഓപ്പറേഷൻ ആ n ക്രോസ് n ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ n ക്രോസ് n ഒരു എലമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഓർഡേർഡ് പെയറാണ്. അപ്പോൾ എ ബി സ്റ്റാർ സി ഡി. എ ബി സ്റ്റാർ സി ഡി എന്ന് പറയുമ്പോൾ എ പ്ലസ് സി ബി പ്ലസ് ഡി. ഫസ്റ്റ് കമ്പോണൻസ് തമ്മിൽ കൂട്ടുക, അതുപോലെ സെക്കൻഡ് കമ്പോണൻസ് തമ്മിൽ കൂട്ടുക. അതാണ് അതിൻ്റെ ആൻസറായിട്ട് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി പ്രൂവ് ചെയ്യേണ്ടത് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പ്രൂവ് ചെയ്യണം, അസോസിയേറ്റീവ് എന്ന് പ്രൂവ് ചെയ്യണം, ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമുക്കറിയാം, എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എലമെൻറ്റ് തന്നെ ഒരു ഓർഡേർഡ് പെയറാണ്. അപ്പോൾ ഓർഡേർഡ് പെയർ എ ബി സ്റ്റാർ സി ഡിയും അതുപോലെ സി ഡി സ്റ്റാർ എ ബിയും ഈക്വൽ ആകണം. അപ്പോൾ എ ബി സ്റ്റാർ സി ഡി നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓർഡേർഡ് പെയർ
എ പ്ലസ് സി ബി പ്ലസ് ഡി. രണ്ടിലെ ഫസ്റ്റ് കമ്പോണൻസ് കൂട്ടുക, സെക്കൻഡ് കമ്പോണൻസ് കൂട്ടുക, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഈ രണ്ട് ഓർഡേർഡ് പെയർസിന് സ്റ്റാർ എന്ന ഓപ്പറേഷൻ എടുക്കുമ്പോൾ കിട്ടേണ്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക, സെക്കൻഡ് കമ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക. ഇനി പ്രൂവ് ചെയ്യേണ്ടത് എന്താ? സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്, ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് നോക്കാം. ഇപ്പോൾ എ ബി സ്റ്റാർ സി ഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് കമ്പോണൻസ് കൂട്ടുക എ പ്ലസ് സി, സെക്കൻഡ് കമ്പോണൻസ് കൂട്ടുക ഏതാ കിട്ടുക? ബി പ്ലസ് ഡി. ഇനി നമുക്ക് സി ഡി സ്റ്റാർ എ ബി നോക്കാം. അപ്പോൾ അതിലും ആൻസർ എങ്ങനെ എഴുതേണ്ട? ഫസ്റ്റ് കമ്പോണൻസ് കൂട്ടുക സി പ്ലസ് എ, ഇനി സെക്കൻഡ് കമ്പോണൻസ് കൂട്ടുക ഡി പ്ലസ് ബി. അപ്പോൾ ഇനി നമുക്കറിയാം അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ പ്ലസ് സിയും സി പ്ലസ് എയും ഈക്വൽ ആണ്, അതുപോലെ ബി പ്ലസ് ഡിയും ഡി പ്ലസ് ബിയും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ആ ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുമ്പോൾ രണ്ടിൻ്റെയും റൈറ്റ് സൈഡ് ഈക്വലാണ്. എ പ്ലസ് സി ബി പ്ലസ് ഡി ഈക്വൽ ടു ഓർഡേർഡ് പെയർ സി പ്ലസ് എ ഡി പ്ലസ് ബി. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്ന എന്താ? ഓർഡേർഡ് പെയർ എ ബി സ്റ്റാർ സി ഡി ഈക്വൽ ടു ഓർഡേർഡ് പെയർ സി ഡി സ്റ്റാർ എ ബി. ഏത് ഓർഡേർഡ് പെയർസ് എടുത്തിരുന്നാലും ഇത് തന്നെ നമുക്ക് കിട്ടുക. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്ന ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമ്മൾ നോക്കേണ്ടത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് എന്നൊരു 3 എലമെൻറ്റാണ് നമുക്ക് വേണ്ട, എ ബി സി. ഇവിടെ നമ്മൾ 3 എലമെൻ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? എ ബി, ഓർഡേർഡ് പെയർ എ ബി, ഓർഡേർഡ് പെയർ സി ഡി, ഓർഡേർഡ് പെയർ ഇ എഫ്. അപ്പോൾ ഇവിടുത്തെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അന്നേരം എങ്ങനെ ആയിരിക്കും? ഓർഡേർഡ് പെയർ എ ബി സ്റ്റാർ ഓർഡേർഡ് പെയർ സി ഡി സ്റ്റാർ ഓർഡേർഡ് പെയർ ഇ എഫ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ ബി സ്റ്റാർ ഓർഡേർഡ് പെയർ സി ഡി സ്റ്റാർ ഓർഡേർഡ് പെയർ ഇ എഫ്. അപ്പോൾ ആദ്യം നമുക്ക് എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ് നോക്കാം. അപ്പോൾ അവിടെ ബ്രാക്കറ്റ് ഉള്ളത് സി ഡി സ്റ്റാർ ഇ എഫിനാണ്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കമ്പോണൻസ് ആഡ് ചെയ്യുക, സെക്കൻഡ് കമ്പോണൻസും ആഡ് ചെയ്യുക. അപ്പോൾ സി പ്ലസ് ഇ ഡി പ്ലസ് എഫ്. ക്ലിയർ ആവിടെ? അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താ? എ ബി സ്റ്റാർ സി പ്ലസ് സി ഡി പ്ലസ് എഫ്. അപ്പോൾ അതെടുക്കുമ്പോൾ ഫസ്റ്റ് കമ്പോണൻസ് ആഡ് ചെയ്യാം, എ പ്ലസ് സി പ്ലസ് സി. അതുപോലെ ബി പ്ലസ് സെക്കൻഡ് കമ്പോണൻസ് ആഡ് ചെയ്യുമ്പോൾ ഏതാ കിട്ടുക? ബി പ്ലസ് ഡി പ്ലസ് എഫ്. ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് ഓർഡേർഡ് പെയർ എ ബി സ്റ്റാർ ഓർഡേർഡ് പെയർ സി ഡി സ്റ്റാർ ഓർഡേർഡ് പെയർ ഇ എഫ് ആണ് വേണ്ടിയത്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഉള്ളത് ഓർഡേർഡ് പെയർ എ ബി സ്റ്റാർ സി ഡി ആണ്. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻസ് ആഡ് ചെയ്യുമ്പോൾ എ പ്ലസ് സി, സെക്കൻഡ് കമ്പോണൻസ് ആഡ് ചെയ്യുമ്പോൾ ബി പ്ലസ് ഡി സ്റ്റാർ ഇ എഫ്. വീണ്ടും ഇതിൻ്റെ സ്റ്റാർ വെച്ച് ബൈനറി ഓപ്പറേഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് കമ്പോണൻസ് കൂട്ടുക എ പ്ലസ് സി പ്ലസ് ഇ. സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് കമ്പോണൻസ് കൂട്ടി എഴുതുക ബി പ്ലസ് ഡി പ്ലസ് എഫ്. ഇക്വേഷൻ നമ്പർ 2. 1ൻ്റെയും 2ൻ്റെയും റൈറ്റ് സൈഡ് നോക്കിക്കേ, സെയിം ഓർഡേർഡ് പെയർസാണ്. എ പ്ലസ് സി ഫസ്റ്റ് കമ്പോണൻറ്റും ബി പ്ലസ് ഡി പ്ലസ് എഫ് സെക്കൻഡ് കമ്പോണൻറ്റും. അപ്പോൾ ഏത് ഈക്വൽ ആവും? ലെഫ്റ്റ് സൈഡും ഈക്വൽ ആവും. അപ്പോൾ നമുക്ക് ഈ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ് ഈക്വൽ ടു എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ് എന്ന് കിട്ടും. അപ്പോൾ ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആയി? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആയി. ഇനി ഇവിടെ നമ്മൾ ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ സാധാരണ നമ്മൾ ഈ ഐഡൻറ്റിറ്റിയിൽ നിന്ന് എടുക്കുക. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ഓർഡേർഡ് പെയർ ആണ് ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എസ് ടി എന്ന ഓർഡേർഡ് പെയർ ആണ് ഐഡൻറ്റിറ്റി എന്ന് എടുക്കുന്നു. അപ്പോൾ എസും നാച്ചുറൽ നമ്പറാണ്, ടിയും നാച്ചുറൽ നമ്പറാണ്. കാരണം നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് എൻ ക്രോസ് എന്നാണ്. എൻ ക്രോസ് എന്നിൽ വേണമെങ്കിൽ 2 നമ്പറും നാച്ചുറൽ നമ്പർ ആവണം, അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ എസ്സിന് നമ്മൾ ഇനി സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ എസിൻ്റെ ആൻസർ നാച്ചുറൽ നമ്പർ കിട്ടണം, ടിയുടെ ആൻസർ നാച്ചുറൽ നമ്പർ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ എന്തില്ല? ഐഡൻറ്റിറ്റി ഇല്ല. 2 നാച്ചുറൽ നമ്പറാണെന്ന് കിട്ടിയാൽ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ആണ്. ഇവിടെ നമ്മളെടുത്ത ഐഡൻറ്റിറ്റി ഏതാ? എസ് ടി ആണ്. അപ്പോൾ എ എന്ന എലമെൻറ്റ് എ ബി. അപ്പോൾ എ ബി സ്റ്റാർ എസ് ടി ഈക്വൽ ടു എ ബി, കാരണം എസ് ടി ഐഡൻറ്റിറ്റിന്ന് എടുത്തത് കൊണ്ട്.
ഇനി എ ബി സ്റ്റാർ എസ് ടി അതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതാം? ഫസ്റ്റ് കമ്പോണൻസ് കൂട്ടുക എ പ്ലസ് എസ്, സെക്കൻഡ് കമ്പോണൻസ് കൂട്ടുക ബി പ്ലസ് ടി ഈക്വൽ ടു എ ബി. ഇനി നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചു രണ്ട് ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആകണമെങ്കിൽ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ആകണം. അപ്പോൾ എ പ്ലസ് എസിൻ്റെ ആൻസർ ഏതിന് ഈക്വൽ ആകും? എക്ക് ഈക്വൽ ആകും. ബി പ്ലസ് ടിയുടെ ആൻസർ ഏതിന് ഈക്വൽ ആകും? ബിക്ക് ഈക്വൽ ആകും. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. എ പ്ലസ് എസ് എന്ന് പറയുന്നത് എയും ബി പ്ലസ് ടി എന്ന് പറയുന്നത് ബി. അതെങ്ങനെ കിട്ടിയേ? നമുക്ക് എ പ്ലസ് എസ് ബി പ്ലസ് ടി ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ ബി എന്ന് കിട്ടി. രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആകുമ്പോൾ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വലാണ്. ഇനി ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് എയും ബിയും കട്ടായി പോയാൽ നമുക്ക് പിന്നെ കിട്ടും എസിൻ്റെ ആൻസർ 0. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ ബിയും കട്ടായി പോയാൽ കിട്ടുക ടിയുടെ ആൻസർ 0. അപ്പോൾ എസും 0 ടിയും 0 ആണ്. അപ്പോൾ ഓർഡേർഡ് പെയർ എസ് ടി എന്ന് പറയുന്നത് ഏതായി? 0 0. നമ്മുടെ എസ് ടി എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റാണ്? എൻ ക്രോസ് എന്നിലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കിട്ടിയ ആൻസർ ഏതാ? 0 0. അപ്പോൾ അതെവിടെ ഇല്ല? 0 നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ 0 0 എന്ന എലമെൻറ്റ് എൻ ക്രോസ് എന്നിനകത്ത് ഇല്ല. അപ്പോൾ എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല? ഐഡൻറ്റിറ്റി എലമെൻ്റ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ എ ബി സ്റ്റാർ എസ് ടി ഈക്വൽ ടു എ ബി ആകുന്ന വിധത്തിലുള്ള ഒരു എസ് ടി എവിടെ ഇല്ല? എൻ ക്രോസ് എന്നിനകത്ത് ഇല്ല. അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി ഇല്ല. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ കുറേ പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു. കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ്റെ പ്രോപ്പർട്ടീസ്, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നല്ലവണ്ണം ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അസൈൻമെൻറ്റും കിട്ടാതെ അത് ചെയ്യുക. താങ്ക് യു.